ജനുവരിയിലെ മത്സരങ്ങളാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ-ഓഫ് സാധ്യതകളെ നിർണ്ണയിക്കുക. ജനുവരിയിൽ 5 മത്സരങ്ങളാണ് ബ്ലാസ്റ്റേഴ്സിന് കളിക്കാനുള്ളത്. ഈ 5 മത്സരങ്ങളിൽ ചുരുങ്ങിയത് 10-ൽ കൂടുതൽ പോയിന്റുകൾ നേടണം. അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് ജനുവരിയിൽ തന്നെ പ്ലേ-ഓഫ് മറക്കാം. കളിച്ച 15 മത്സരങ്ങളിൽ നിന്നും 8 തോറ്റു. 17 പോയിന്റുമായി നിലവിൽ 9ാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ്. എങ്കിലും ബ്ലാസ്റ്റേഴ്സിന് ഇനിയും പ്ലേ-ഓഫ് സാധ്യതകളുണ്ട്. ഐഎസ്എല്ലിൽ കളിക്കുന്ന 13 ടീമുകളിൽ 6 ടീമുകൾക്കും പ്ലേ-ഓഫ് സാധ്യതയുള്ളതിനാൽ ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ-ഓഫ് സാധ്യതകൾ ഇനിയും അവസാനിച്ചിട്ടില്ല. ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ-ഓഫ് സാധ്യതകൾ എങ്ങനെയെന്ന് നോക്കാം. നിലവിൽ 6ാം സ്ഥാനത്തുള്ള ഒഡീഷ എഫ്-സിക്ക് 14 മത്സരങ്ങളിൽ നിന്നും 20 പോയിന്റാണുള്ളത്. അതായത് പ്ലേ-ഓഫിന് യോഗ്യത നേടാൻ കഴിയുന്ന 6ാം സ്ഥാനത്തുള്ള ക്ലബ്ബും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിൽ ആകെ വ്യത്യാസം 3 പോയിന്റാണ്. അതായത് ഒരു വിജയത്തിന്റെ വ്യത്യാസം മാത്രം. ഇനി അവശേഷിക്കുന്ന 10 മത്സരങ്ങളിൽ മികച്ച റിസൾട്ടുണ്ടാക്കി മാക്സിമം പോയിന്റുകൾ നേടിയെടുക്കുക എന്നതാണ് ബ്ലാസ്റ്റേഴ്സ് ഇനി ചെയ്യേണ്ടത്. കൂടാതെ പോയിന്റ് പട്ടികയിൽ 6, 7, 8, 9 സ്ഥാനങ്ങളിലുള്ള ഒഡീഷ, മുംബൈ എഫ്-സി, പഞ്ചാബ് എഫ്-സി, ചെന്നൈയിൻ എഫ്-സി എന്നീ ടീമുകളുടെ മത്സരഫലം ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമാകുകയും വേണം. അതായത് കുറച്ചധികം മത്സരങ്ങൾ ഇനി അവർ തോൽക്കണം. ജനുവരിയിലെ മത്സരങ്ങളാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ-ഓഫ് സാധ്യതകളെ നിർണ്ണയിക്കുക. ജനുവരിയിൽ 5 മത്സരങ്ങളാണ് ബ്ലാസ്റ്റേഴ്സിനുള്ളത്. ഈ 5 മത്സരങ്ങളിൽ ആദ്യത്തെ മത്സരം പഞ്ചാബ് എഫ്-സിയുമായി കേരളം വിജയിച്ചു കഴിഞ്ഞു. ജനുവരി 5-ന് പഞ്ചാബ് എഫ്-സി, 13-ന് ഒഡീഷ, ജനുവരി 18-ന് നോർത്ത് ഈസ്റ്റ്, 24-ന് ഈസ്റ്റ് ബംഗാൾ, 30-ന് ചെന്നൈയിൻ എന്നിവരാണ് ഈ മാസത്തെ ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നമസ്കാരം.